കണ്ണൂരിലേക്കാണ് പോകുന്നത്. അവിടെ കമ്മീഷണർ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ട്. കണ്ണൂർ ITI ആക്രമണ കേസിൽ SFI പ്രവർത്തകരായ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. വീണ്ടും അവിടെ സംഘടിച്ച് പോലീസിനെ എതിർക്കുകയാണ്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയാണ്. KSUവിൻ്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ട് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, ഇതിനോടകം നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, ഇതുവരെ 3 തവണ പോലീസ് ജലപീരങ്കി KSU പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. KSU പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള സജീവ ശ്രമം തുടർച്ചയായും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിന് നേരെ അവർ കൊടി കെട്ടിയ കമ്പും വടിയും ഒക്കെ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. ഇവിടെ കിടന്ന മറ്റ് ഇവരുടെ പൊട്ടിയ ചെരുപ്പും കൊടി കെട്ടാൻ ഉപയോഗിച്ച പൈപ്പും ഒക്കെ പോലീസിന് നേരെ വലിച്ചെറിയുന്നത് അടക്കമുണ്ടായിരുന്നു. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചായി എത്തിയത്. കമ്മീഷണർ ഓഫീസിന് തൊട്ട് മുൻപ് വെച്ച് വലിയ ബാരിക്കേഡ് സ്ഥാപിച്ച് പ്രവർത്തകരെ തടഞ്ഞു. ഉദ്ഘാടന പരിപാടിക്ക് തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനും മുകളിലേക്ക് കയറാനും ഇതിനിടെ ബാരിക്കേഡ് മറിച്ചിടാനും ശ്രമിച്ചത്. പോലീസ് പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് ലാത്തിചാർജ് അടക്കമുള്ള പ്രകോപനങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതായത് കണ്ണൂർ തോട്ടടയിലെ വലിയ സംഘർഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. അതിൽ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിന് ക്രൂരമർദ്ദനമേറ്റിരുന്നു. നട്ടലിലും കഴുത്തിനടക്കം പരിക്കേൽക്കുകയും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയുമാണ്. കണ്ണൂർ തോട്ടട ITIയിൽ യൂണിറ്റ് രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാനുള്ള KSU സംഘടനയുടെ പ്രവർത്തനത്തെ SFI തടയുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുന്നു. സംഘടനാ സ്വാതന്ത്ര്യം അവിടെ അനുവദിക്കുന്നില്ല എന്നതാണ് പരാതിയായി നേരത്തെ തന്നെ KSU പ്രവർത്തകർ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. ITI അക്രമക്കേസിൽ SFI പ്രവർത്തകരായ പ്രതികളെ ആകെ ഒരു പ്രതിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. മറ്റു പ്രതികളെയും അറസ്റ്റ് ചെയ്യണം. അക്കാര്യത്തിൽ പോലീസ് നടപടിയിൽ വീഴ്ചയുണ്ട് എന്നതാണ് KSUവിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം ഈ മുഹമ്മദ് റിബിനെ അടക്കം ക്രൂരമായി ആക്രമിച്ച SFI പ്രവർത്തകർക്കെതിരെ ചുമത്തിയ അതേ ചാർജുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് റിബിൻ അടക്കം, അതായത് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ് റിബിനെതിരെ അടക്കം സമാന ചാർജുകൾ ചുമത്തി കേസെടുത്തു. അത് വലിയ അനീതി ഇക്കാര്യത്തിൽ ഉണ്ടായി. ആ കേസ് പിൻവലിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. ഒപ്പം ഈ ITIയിലടക്കം ഇടിമുറിയുണ്ട്. അവിടെ KSU യൂണിറ്റ് രൂപീകരിച്ചത് മുതൽ സംഘർഷവും ആണ്. ആ ഘട്ടത്തിൽ KSU അവിടെ സ്ഥാപിച്ച കൊടി നശിപ്പിക്കുന്നു, പ്രവർത്തകരെ ആക്രമിക്കുന്നു. അങ്ങനെ തുടർച്ചയായും അവിടെ സംഘർഷം ഉണ്ടാകുന്നു. ക്യാമ്പസിൽ ഇടിമുറിയുണ്ട് എന്ന ആരോപണം അടക്കം KSU ഉന്നയിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധ മാർച്ച്. ഒരു ഭാഗത്ത് നിന്ന് പ്രവർത്തകർ ജില്ലാ പഞ്ചായത്ത് ഗേറ്റ് അടക്കം ആ ഭാഗത്തു കൂടിയും അകത്തേക്ക് കടക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അതിനിടെയും പ്രവർത്തകർ അവരെ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് നേതാക്കൾ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസുമായി വാക്കേറ്റമടക്കം തുടരുന്നു. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമായിരുന്നു. അത് പോലീസ് വലിയ തോതിൽ പ്രതിരോധിച്ച് നിൽക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും, അതായത് കമ്മീഷണർ ഓഫീസിന്റെ പരിസരത്തേക്ക് കടക്കാനുള്ള മറ്റൊരു ബാരിക്കേഡ് ഇല്ലാത്തൊരു ഭാഗമുണ്ട്. അവിടെ പക്ഷേ വലിയ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. വലിയ സംഘർഷത്തിലേക്ക്, അക്ഷരാർത്ഥത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിലൊരു തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തന്നെ വലിയ പോലീസ് സന്നാഹത്തെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പക്ഷേ ലാത്തിചാർജ് അടക്കമുള്ള പ്രകോപനത്തിലേക്കൊന്നും കടക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. കാരണം വലിയ പ്രവർത്തക പങ്കാളിത്തമുണ്ട്. വലിയ രോഷം KSU പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നു. അതടക്കമുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ കൂടുതൽ ലാത്തിചാർജ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്ന സാഹചര്യം കൂടുതൽ വഷളാകും എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകരുതെന്ന നിർദ്ദേശം നേരത്തെ പോലീസിന് നൽകിയിരുന്നു. ജലപീരങ്കി പ്രയോഗിക്കുന്ന അടക്കമുള്ള നടപടികളാണ് ഇതുവരെ ഉണ്ടായത്. പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാം. ഒരു ഭാഗത്തും പ്രവർത്തകർ, അതായത് പ്രവർത്തകരെ തലയ്ക്കും മറ്റും വടി ഉപയോഗിച്ച് അടിക്കുന്നുണ്ട്, മറുഭാഗത്ത് നിന്നുകൊണ്ട് എന്നതാണ് ഇപ്പോൾ KSU ആരോപിക്കുന്ന ഒരു കാര്യം. അതിന്റെ ഭാഗമായുള്ള വാക്കേറ്റമാണ്. അതായത് മറുഭാഗത്ത് നിന്ന് പ്രതിഷേധിച്ചവരുടെ തലയ്ക്ക് അടി കൊണ്ടുവന്നതാണ് ഇപ്പോൾ KSU ഉന്നയിക്കുന്ന ഒരു ആരോപണം. അടക്കമുള്ള നേതാക്കൾ പോലീസുമായി ആ ഭാഗത്തുള്ള വാക്കേറ്റവും കയ്യാങ്കളിയും ആ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നേതാക്കൾ തന്നെ ശ്രമിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് ബാരിക്കേഡ് ഇല്ലാത്തൊരു ഭാഗമാണ്. അവിടെ പക്ഷേ വലിയ പോലീസ് സന്നാഹത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. അതായത് കമ്മീഷണർ ഓഫീസിന് പരിസരത്ത് തന്നെയുള്ള ജില്ലാ പഞ്ചായത്ത് ഓഫീസിന്റെ കവാടത്തിൽ കൂടി അകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണ്. അവിടെയും വലിയ പോലീസ് സന്നാഹമുണ്ട്. ഗേറ്റ് നേരത്തെ അടച്ചു കെട്ടിയിരുന്നു. അതിനുശേഷം ഒരു പോലീസ് സന്നാഹത്തെയും ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും നേതാക്കൾ ആ പ്രവർത്തകരെ മറുഭാഗത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. പ്രവർത്തകർ രോഷാകുലരായി
പോലീസിന് നേരെ പ്രതിഷേധിക്കുന്നതടക്കം കാണാം. അതായത് ഈ വിഷയത്തിലടക്കം തോട്ടടയിലടക്കം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുന്ന സമയത്ത് യൂണിറ്റ് രൂപീകരിച്ച് നോമിനേഷൻ കൊടുക്കുന്ന ഘട്ടത്തിലാണ് സംഘർഷം ഉണ്ടായത്. 2.5 പതിറ്റാണ്ടായി SFIക്ക് സമ്പൂർണ്ണ ആധിപത്യമുള്ള ക്യാമ്പസാണ്. അവിടെ KSU യൂണിറ്റ് രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ ശ്രമിച്ചത് മുതൽ തുടങ്ങിയ സംഘർഷമാണ്. അതിനിടെയാണ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നത്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് അടക്കമുള്ള സംസ്ഥാന നേതാക്കളാണ് മാർച്ച് നയിച്ച് എത്തിയതടക്കമുള്ളത്. പോലീസ് പ്രകോപനത്തിനൊന്നും മുതിരാതെ സംയമനം പാലിക്കുന്നത് അത്യന്തം ശ്രദ്ധേയമാണ്. പ്രവർത്തകർ പലതവണ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും മറുഭാഗത്തേക്ക് പോലീസ് ജലപീരങ്കി വാഹനം അടക്കം സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശത്തേക്ക് അടക്കം കല്ലും അവരുടെ കൈവശമുണ്ടായിരുന്ന കല്ലും കട്ടകളും അവരുടെ കൊടി കെട്ടിയ പൈപ്പും അടക്കമുള്ള വടിയും ഒക്കെ വലിച്ചെറിയുന്നതൊക്കെ കാണാമായിരുന്നു. ആ ഘട്ടത്തിലും പോലീസ് എന്തെങ്കിലും ഒരു പ്രകോപനത്തിന് മുതിരുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യം. പരമാവധി സംയമനം പാലിക്കുക എന്ന നിർദ്ദേശം പോലീസ് ഏതായാലും അതേപടി നടപ്പാക്കി. പോലീസ് ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ പിന്തിരിഞ്ഞ് മറുഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. പ്രവർത്തകർ നിലവിൽ ഈ പ്രദേശത്ത് നിന്ന് പിന്തിരിഞ്ഞ് മറുഭാഗത്തേക്ക് നീങ്ങുകയും റോഡ് ഉപരോധമടക്കമുള്ളവയിലേക്ക് കടക്കുമോ എന്നത് കാണേണ്ട ഒരു കാര്യമാണ്. ആ ഭാഗത്തേക്കാണ് നീങ്ങിയിട്ടുള്ളത്. റോഡ് ഉപരോധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഇതൊരു പ്രധാനപ്പെട്ട പാത. കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ്, KSRTC സ്റ്റാൻഡൊക്കെ അങ്ങോട്ടേക്കൊക്കെയുള്ള യാത്രയുള്ള ഒരു പ്രധാനപ്പെട്ട പാതയാണ്. ആ ഭാഗത്ത് റോഡിലേക്ക് പ്രവർത്തകർ വന്നിട്ടുണ്ട്. റോഡിൽ കുത്തിയിരുന്ന് അടക്കം പ്രതിഷേധത്തിലേക്ക് പോകുന്നു. അതായത് ചുരുക്കത്തിൽ ഇവിടെ റോഡ് ഉപരോധത്തിലേക്ക് പ്രതിഷേധം, കമ്മീഷണർ ഓഫീസ് മാർച്ച് ആ ഭാഗം പിന്നിട്ട് റോഡ് ഉപരോധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. പ്രവർത്തകർ സംഘടിച്ച് ഈ ഭാഗത്തേക്ക്, അതായത് കണ്ണൂർ പുതിയ സ്റ്റാൻഡ് ഭാഗത്തേക്ക്, താവക്കര ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കുള്ള പ്രധാനപ്പെട്ട പാത ഇവിടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുറേയധികം വാഹനങ്ങൾ ഈ വഴി അവിടെ ബ്ലോക്കിൽ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ റോഡ് ഉപരോധത്തിലേക്ക് പ്രവർത്തകർ കടന്നിരിക്കുന്നു എന്നാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടില്ല, ഇങ്ങോട്ടേക്ക് നിയോഗിച്ചിട്ടില്ല. ഒരു പക്ഷേ അതുൾപ്പെടെയുള്ള നടപടികളിലേക്ക്, അറസ്റ്റിലേക്ക് കടക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പ്രധാന പാത, കമ്മീഷൻ ഓഫീസ്, കലക്ടറേറ്റ്, പുതിയ സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കുള്ള പ്രധാന പാത ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ. ശരി സജോ, ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ പോലീസിന് ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കം അവസാനിപ്പിച്ചിട്ടുണ്ട്. അവരവിടെ പിന്മാറിയിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് ഉപരോധത്തിലേക്ക് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കും എന്നാണ് കരുതുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.